നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ അധികം മിനിമം ബാലൻസ് ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഓൾഡ് ജനറേഷൻ ബാങ്കുകളാണെങ്കിൽ ചിലപ്പോൾ ഒരു 500 രൂപ 1000 രൂപക്കൊക്കെ നമുക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5000 രൂപയെങ്കിലും ഉണ്ടായാൽ മാത്രം അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ, അഥവാ HDFC, ICICI, യെസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, IDFC ബാങ്ക്, ഇങ്ങനെയൊക്കെയുള്ള ഇൻഡസിൻഡ് ബാങ്ക്, ഇത്തരം ബാങ്കുകൾ, ബന്ധൻ ബാങ്ക്. പക്ഷെ എന്നിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നൽകുന്ന മറ്റ് ഫെസിലിറ്റീസ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മളൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര കൺസിഡറേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ കുറച്ചും കൂടി കൺസിഡറേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ഒരു പ്രസൻസ് ചിലപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാവില്ല. അവർ മോസ്റ്റ്ലി റീജിയണലിയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് ഒക്കെ കേരളത്തിലും, കരൂർ വൈശ്യ, അതുപോലെ തന്നെ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് തമിഴ്നാട്ടിലും, കർണാടക ബാങ്ക് കർണാടകയിലും, ഇങ്ങനെയൊക്കെയാണ് ഈ പ്രൈവറ്റ് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ കിടക്കുന്നത്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ പ്രസൻസ് ഉള്ള അത്യാവശ്യം പുതിയതായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്ന ബാങ്കുകളാണ് ഈ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് ഫെസിലിറ്റീസ് മറ്റ് ബാങ്കുകൾ കൊടുക്കാത്തത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്.